ലേൺ ബേസിക്സ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് എന്ന ഈ വീഡിയോ സീരീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടു സിവിൽ എഞ്ചിനീയറിംഗിന്റെ ഡെഫിനേഷൻ എന്താണെന്നും സിവിൽ എഞ്ചിനീയറിംഗിന്റെ വേരിയസ് സബ് ഡിസിപ്ലിൻസ് എന്തൊക്കെയാണെന്നും. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കോൺക്രീറ്റിനെ കുറിച്ചാണ്. വാട്ട് ഈസ് കോൺക്രീറ്റ്? Concrete is a composite material made by mixing cement, sand, aggregate and water in a specific proportion. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ വീടുകളിലൊക്കെ പലപ്പോഴും പല സന്ദർഭങ്ങളിലും കോൺക്രീറ്റ് ഉണ്ടാക്കാറുണ്ട്. സിമെന്റ്, മണല്, മെറ്റല്, വെള്ളം ഈ വസ്തുക്കൾ ഒരു നിശ്ചിത അനുപാതത്തിൽ മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന എൻഡ് പ്രോഡക്റ്റ് ആണ് കോൺക്രീറ്റ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. There are different types of concrete mixes. Nominal mixed concrete. Example 1:1.5:3, 1:2:4, 1:5:10 എന്നെല്ലാം പറയും. എന്താണ് നോമിനൽ മിക്സ് കോൺക്രീറ്റ്? നമുക്കറിയാം, നമ്മൾ വീടുകളിൽ അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ കോൺക്രീറ്റ് മിക്സ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്, നമ്മൾ എടുക്കുന്ന ഒരു മെഷറിംഗ് പാൻ അല്ലെങ്കിൽ ഒരു മെഷറിംഗ് ജാറിൽ ഒരു ഭാഗം സിമെന്റ് എടുത്താൽ അതിനെ 1.5 ഭാഗം മണലും 3 ഭാഗം മെറ്റലും എടുക്കുന്നു. അതിനെയാണ് 1:1.5:3 എന്ന് പറയുന്നത്. അതുപോലെ ഒരു ഭാഗം സിമെന്റും 2 ഭാഗം മണലും 4 ഭാഗം മെറ്റലും എടുത്താൽ അതിനെ 1:2:4 നോമിനൽ മിക്സ് എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ മെഷർ ചെയ്യാൻ എടുക്കുന്ന പാത്രത്തിന്റെ അളവിന് ആനുപാതികമായിട്ടാണ് നമ്മൾ സിമെന്റും മണലും മെറ്റലും വെള്ളവും എല്ലാം നമ്മൾ എടുക്കുന്നത്. ഇങ്ങനെ ഒരു മെഷറിംഗ് ജാറിൽ ആനുപാതികമായി അളന്നെടുക്കുന്നതിനെയാണ്, എടുത്തുണ്ടാക്കുന്ന കോൺക്രീറ്റിനെയാണ് നോമിനൽ മിക്സ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. ഇനിയുള്ളത് രണ്ടാമത്തേത് ഡിസൈൻ മിക്സ് കോൺക്രീറ്റ് ആണ്. ഡിസൈൻ മിക്സ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ എടുക്കുന്ന മണല്, മെറ്റല്, സിമെന്റ്, വെള്ളം ഈ മെറ്റീരിയൽസ് നമ്മൾ ആനുപാതികമായി അളന്നല്ല എടുക്കുന്നത്. അത് നമ്മൾ വെയിറ്റ് അനുസരിച്ചാണ് എടുക്കുന്നത്, തൂക്കി നോക്കിയാണ് എടുക്കുന്നത്. അതായത് ഇത്ര കിലോ സിമെന്റ്, ഇത്ര കിലോ മണല്, ഇത്ര കിലോ മെറ്റല്, ഇത്ര കിലോ വെള്ളം എന്ന പ്രപ്പോർഷനിൽ വെയിറ്റ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കുന്ന ഡിസൈൻ മിക്സ് കോൺക്രീറ്റിനെ നമ്മൾ വിളിക്കുന്നത് M10 കോൺക്രീറ്റ്, M15 കോൺക്രീറ്റ്, M20, M25, M30 എക്സെട്ര എക്സെട്ര അങ്ങനെയാണ്. ഇനി എന്താണ് M10 കോൺക്രീറ്റ്? M10 കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ എ കോൺക്രീറ്റ് വിത്ത് എ കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് 10 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. അതായത് ഈ കോൺക്രീറ്റ് വെയിറ്റ് അനുസരിച്ച്, വെയിറ്റിന്റെ അനുപാതത്തിൽ നമ്മൾ മിക്സ് ചെയ്തുണ്ടാക്കുന്ന ഒരു കോൺക്രീറ്റിന്റെ 28 ദിവസത്തെ കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 10 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ ആ കോൺക്രീറ്റിനെ M10 എന്ന് പറയുന്നു. അപ്പൊ M15 കോൺക്രീറ്റിന്റെ കംപ്രസീവ് സ്ട്രെങ്ത് എത്രയായിരിക്കും? അത് 15 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ആയിരിക്കും. M20 ആണെങ്കിലോ 20 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ആയിരിക്കും. അങ്ങനെ M25 ആണെങ്കിൽ 25 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. ഓക്കെ. എന്നാൽ ഈ 10, 15, 20, 25 എന്ന ഈ നമ്പേഴ്സ് നമ്മൾക്ക് എവിടെ നിന്ന് കിട്ടുന്നു? അത് നമ്മൾ ഈ കോൺക്രീറ്റ് എവിടെയാണോ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ സ്ട്രക്ചറൽ റിക്വയർമെന്റ് എവിടെയാണോ അതിനനുസരിച്ചാണ് നമ്മൾ ഇത് ഡിസൈൻ ചെയ്യുന്നത്. ഇതിനെപ്പറ്റി കൂടുതലായിട്ട് നമുക്ക് ഇനി അങ്ങോട്ടുള്ള വീഡിയോകളിൽ പഠിക്കാം. ടൈപ്സ് ഓഫ് കോൺക്രീറ്റ്. വാട്ട് ആർ ഓൾ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോൺക്രീറ്റ്? പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് അഥവാ PCC ആൻഡ് റെയിൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് അഥവാ RCC. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് ആൻഡ് റെയിൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ്? നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. പലപ്പോഴും കമ്പി കെട്ടിയതിന് ശേഷം അതിന് മുകളിൽ കോൺക്രീറ്റ് ഇട്ട് നമ്മൾ സ്ട്രക്ചർ ഉണ്ടാക്കുന്നു. അങ്ങനെ എ കോൺക്രീറ്റ് വിത്ത് എ സ്റ്റീൽ റെയിൻഫോഴ്സ്മെന്റ് ഇൻസൈഡ് ദ കോൺക്രീറ്റ് ഈസ് കോൾഡ് റെയിൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ്. അപ്പോൾ PCC എന്താണെന്ന് അറിയാമല്ലോ. കമ്പി ഇല്ലാതെ ചെയ്യുന്ന കോൺക്രീറ്റിനെ പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് എന്ന് പറയുന്നു. ഇതുവരെയുള്ള ഈ വീഡിയോ കണ്ടതിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പുതിയതായി പഠിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ please like my video. Please subscribe to my channel. Thanks for watching.